ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ ആക്റ്റീവ് ഉണ്ടല്ലോ, ആക്റ്റീവ 60. ആ ആക്റ്റീവ 60യുടെ ബാറ്ററി റീപ്ലേസ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഈ വണ്ടി ഓടി കുറച്ച് ദിവസം കഴിയും നമ്മൾ സെൽഫൊക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആവാണ്ടിരിക്കുക, ഹോൺ അടിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കുറഞ്ഞു പോവുക, അതുപോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇൻഡിക്കേഷനൊക്കെയും പ്രോപ്പറായിട്ട് നമുക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടാണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി ഒന്നില്ലെങ്കിൽ റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ റീചാർജ് ചെയ്തിട്ടും നമ്മുടെ ആ ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ബാറ്ററി റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ കാണാൻ പോണേ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാറ്ററി ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു പൊസിഷനിലാണ്, അതായത് നമ്മുടെ റണ്ണിങ് ബോർഡിലാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റാം. അതിന് ശേഷം എന്ത് നമുക്ക് ഇവിടെ വേണ്ട ഈ രണ്ട് സ്ഥലത്ത് സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഊരാനായിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്ക്രൂ ഡ്രൈവറാണ്. അതായത് സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി നമുക്ക് ഈ ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റിനായിട്ട്. അപ്പോൾ മാറാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ആംബ്രോൻ്റെ പ്രോ റൈഡർ എന്ന് പറയുന്ന ഈ ഒരു ബാറ്ററിയാണ്. അപ്പം APBTZ4L എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണ് നമ്മൾ ആ ഒരു വണ്ടിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പോകണേട്ടോ. അപ്പം ബാറ്ററി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ MRP വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1325 രൂപ കേട്ടോ. നമുക്ക് കാണാൻ സാധിക്കും 1325 രൂപയാണ്. പലയിടത്തും പല റേറ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ അത് നമ്മൾ നോക്കി അന്വേഷിച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം. 48 months വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആ വാറണ്ടി കിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ നമുക്ക് ഈ ഒരു അവിടുത്തെ ഇത് നമുക്ക് ഊരാനായിട്ട് നമ്മുടെ ഈ റണ്ണിങ് ബോർഡിലാണ് ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഈ റണ്ണിങ് ബോർഡിൽ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാൻ ആകെ കൂടി ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രമാണ് നമുക്ക് വേണ്ടു. അപ്പോൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ബാറ്ററി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പം ഈ ഏതാണ് മോഡൽ ഇതിലിരിക്കുന്നത് അതുപോലെ തന്നെ ബാറ്ററി വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ബാറ്ററി തന്നെ കടയിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ ബാറ്ററി വാങ്ങി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ബാറ്ററി കണ്ട് ഇറങ്ങിയിരിക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് ജസ്റ്റ് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്ക്രൂസുകൾ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് പ്ലേസ് ചെയ്യാം, എന്നിട്ട് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇടത്തേക്കായിക്കാണ് റിമൂവ് ചെയ്യണേ. അത് ഊരിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം അത് ഊരിയുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്ക്രൂവും ഊരിയെടുക്കാം. അപ്പോൾ ഈ സ്ക്രൂസുകളൊക്കെ ഊരി കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇടാനായിട്ട് നേരത്ത് നമുക്ക് പണി കിട്ടും. ഇത് ഏകദേശം ഊരിയുണ്ട്. ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. ഓക്കെ, അവിടെ പൊങ്ങി, ഇവിടെയും പൊങ്ങി. അപ്പോൾ രണ്ടും ഈ രണ്ട് ലോക്കിൽ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു കയ്യിൽ ഫോണാണ്, അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് വെക്കുക. അതിന് ശേഷം അങ്ങനെ തന്നെ ഞാൻ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്കിത് സ്റ്റാറുകൾ ഇങ്ങനെ, അപ്പോൾ ഇതും നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പിൻ്റെ ഇത് ഊരാണ്. ക്ലിപ്പിൻ്റെ അവിടുത്തെ അത് ഊരിയെടുത്തു. അതായത് ബാറ്ററി ടൈറ്റൻ ചെയ്ത് വെച്ചേക്കണ ആ ഒരു ലോക്ക് ഞാൻ ഊരാണ്, ലോക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതും സ്റ്റാറിൻ്റെ സ്ക്രൂ തന്നെയാണ് അവിടെ ഇരിക്കണേ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി അതിന് ശേഷം ആ സ്ക്രൂവ് ഊരിയെടുത്തിട്ട് തിരിച്ച് ഏതുമ്പോൾ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലിപ്പ് നമുക്ക് ഊരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കിട്ടി, തുറച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു നമ്മുടെ നെഗറ്റീവിൻ്റെ ഈ ഒരു സ്ക്രൂ വരാം. അതിന് ശേഷം നമുക്ക് പോസിറ്റീവ് വരാം. അപ്പം നമ്മൾ നെഗറ്റീവിൻ്റെ ടെർമിനൽ ഊരണം. നെഗറ്റീവ് ടെർമിനൽ ഊരിയെടുക്കുന്നു. അപ്പോൾ അത് ഊരിയുണ്ട്. യെസ്, അതിന് സ്ക്രൂ തിരിച്ച് നമ്മൾ ഊരി ഇവിടേക്ക് തന്നെ വെച്ചിരിക്കുന്നു. അതിന് ശേഷം ഇത് അടിയിച്ച് വയ്ക്കുന്നു. ഓക്കെ, അതിന് ശേഷം പോസിറ്റീവ്. അതും ഊരിയെടുത്തു. ആ ഒരു സ്ക്രൂ ഇവിടെ വന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ക്രൂസുകളൊക്കെ നമ്മൾ ഊരി വെച്ചു. അതിനുശേഷം നമ്മൾ ആ ഒരു ബാറ്ററി ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇതിൽ ഇൻബിൽട്ടായിട്ട് വന്നേക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ് കേട്ടോ. ഇത് YTZ4 എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു മോഡലിന് കാണാൻ സാധിക്കാം. ഇതിൽ ഇതിന് 12 volt 3Ah എന്ന്. അപ്പം ഈ ഒരു ബാറ്ററി തന്നെ കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതന്നെ വാങ്ങാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഒരു മോഡൽ നമ്പർ കണ്ട YTZ4 ഈ മോഡൽ നമ്പർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതായത് വാങ്ങി കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം. ഇത് ശ്രദ്ധിച്ച് എടുത്ത് വെക്കാട്ടെ ഒരു ബാറ്ററി. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ലോക്കുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് അതായത് നെറ്റുകളുണ്ട്. ആ നെറ്റുകൾ കളയാതെ നമ്മൾ എടുത്ത് വയ്ക്കുക. കാരണം ഇല്ലെങ്കിൽ നമുക്ക് അത് ഒരെണ്ണം കിട്ടി
രണ്ടാമത്തെ ആ 2 നെറ്റുകൾ, അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉള്ളിൽ ഉണ്ടായിരുന്ന നെറ്റുകളാണിത്. അപ്പോൾ അത് രണ്ടും തിരിച്ച് നമ്മൾ അതിലേക്ക് വെച്ചു. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു പുതിയ ബാറ്ററി ഇതിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ബാറ്ററി എടുത്തു വെച്ചു. ഇതിൽ പിന്നെ വാറൻറ്റി കാർഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ബാറ്ററി എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ കാര്യം ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ഇതിൻ്റെ 2 നെറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 നെറ്റുകൾ. അപ്പോൾ ആ നെറ്റുകൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെയും നമ്മൾ ഇട്ട് കൊടുത്തു. രണ്ടാമത്തെയും ആ നെറ്റുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് കറക്റ്റായിട്ട് പോസിറ്റീവും നെഗറ്റീവും, അതായത് നമ്മുടെ റെഡ് കളറ് ഇത് കണ്ട, ഇതാണ് നമ്മുടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ ഇത് വെച്ചു. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ ഒരു നെഗറ്റീവ് വയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ആ ഒരു നെറ്റ് എടുത്തു, സ്ക്രൂ എടുത്തു, തെറ്റിപ്പോയി. സ്ക്രൂ എടുത്തിട്ട് നമ്മളൊന്ന് ടൈറ്റൻ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഇതും ടൈറ്റ് ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ലോക്ക് വയ്ക്കണം. അപ്പോൾ ആ ലോക്ക് നമുക്ക് വയ്ക്കാം. അപ്പോൾ ആ ലോക്ക് എടുത്ത് നമ്മൾ തിരിച്ച് ഇതിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഇതിൻ്റെ ബാറ്ററിയൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളത് വെച്ചു, ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം, ടൈറ്റൻ ചെയ്യാം. അതെന്തായി ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം, സെറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററി ഇനി നമ്മൾ ബാറ്ററി വർക്ക് ചെയ്യണ്ടോ ഇല്ലെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ വെച്ചേക്കണ ബാറ്ററി, അതിനുശേഷം നമുക്ക് മൂടി കിട്ടാൽ മതി. ഹോൺ അടിക്കേണ്ടത് നല്ല രീതിയിൽ. നമുക്ക് സെൽഫ് ഒന്ന് അടിച്ച് നോക്കാം. വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഓഫ് ചെയ്തു. അപ്പോൾ ബാറ്ററി വെച്ചേക്കുന്നതൊക്കെ ഓക്കെയാണ്, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു കവർ, നമുക്ക് ഈ കവർ ജസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ആ കവർ തിരിച്ച് അതിലേക്ക് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഈ 2 സ്ക്രൂകളും കൂടി ടൈറ്റൻ ചെയ്യാം. സ്ക്രൂ ടൈറ്റാക്കി, രണ്ടാമത്തെ സ്ക്രൂ, സ്ക്രൂ ടൈറ്റാക്കിയിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ചവിട്ടിയും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. അതെടുത്ത് സെറ്റ് ചെയ്തു. ബാറ്ററി റീപ്ലേസ്മെന്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡലെല്ലാം പറഞ്ഞ് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല, എപ്പോഴും നമ്മൾ വാറൻറ്റി കൂടുതൽ തരുന്ന ആ ഒരു കമ്പനി, ഏത് കമ്പനി ആയാലും, ഇപ്പോൾ ആമറോൺ ആയാലും എക്സൈഡ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ഏത് കമ്പനി ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വാറൻറ്റി ലഭിക്കുന്ന ബാറ്ററി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഡാർവിൻ.